ഇത്ര ചോപ്പും പിങ്കും കൂടി ചേരില്ല, അത് വേണ്ട. നീലക്ക് മാച്ചായി. ഒരു നീല കമ്മലുണ്ടായിരുന്നു, അതെവിടെ? അമ്മ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആയിട്ട് എത്തിയാ? സാധാരണ ഗുഡ് ആഫ്റ്റർനൂൺ ആകുമ്പോഴാണല്ലോ വരുന്നത്. ഇത് പറ്റിയെന്ന് നേരത്തെ എണിച്ചേ? ഒന്നും പറയണ്ടമ്മ, രാവിലെ ഞാൻ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി അങ്ങ് എണീച്ചു. ദുസ്വപ്നോ? ഓ, ഇന്നിപ്പോ എന്താണ് സ്വപ്നം കണ്ടത്? പറ കേക്കട്ടെ. റിങ്കി ഓടി കാർ മേടിച്ചു. ഓടി കാർ മേടിക്കുക? അവള് ഓടി കാർ മേടിച്ചെന്നല്ല, ഓടി കാർ മേടിച്ച്. അങ്ങനെ ഞാൻ അവള് ഓടിക്കൊണ്ട് കാർ മേടിച്ചു. അത് നല്ല സ്വപ്നമല്ലേ? അല്ല, സ്വപ്നം അല്ല. പിന്നെ അവൾ ഓടി കാർ മേടിച്ചിട്ടേ എന്നെ അതിനകത്ത് കേറ്റാതെ അവൾ ഓടിക്കൊണ്ടിടന്ന് ഓടിച്ചോണ്ടിടന്ന്. റിങ്കി മോള് ഒരിക്കലും അങ്ങനെ ചെയ്യൂല. റിങ്കി മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. പിന്നെ നീ ആണെങ്കിൽ അത് ചെയ്തിരിക്കും, ഉറപ്പാണ്. അല്ലമ്മ, ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത്. പക്ഷെ ഒരു ദയോദാശനം ഇല്ലാതെ എന്റെ അതിനകത്ത് കേറ്റാതെ അവള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചമ്മ. പിന്നെ നിനക്ക് ഓരോ സ്വപ്നങ്ങള്. രാവിലെ പരാതിയായ അച്ഛാ, റിങ്കി ഓടി കാർ മേടിച്ചാ. കാർ മേടിച്ച? എപ്പോ? ഇന്നലെ രാത്രി. സ്വപ്നത്തിലാ? അത് മക്കളെ, നീ ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ച് കിടന്ന് ഞാൻ രാത്രി സ്വപ്നത്തിൽ അത് കാണും. നീ കാറ് മേടിക്കാൻ പറ്റിയ സ്വപ്നം വേണ്ട. അതൊന്നും അല്ല പ്രശ്നം. കാറ് മേടിച്ചതല്ല, കാറ് മേടിച്ചിട്ട് ഇവളാ കാറ് കേറ്റാതെ അവൾ ഓടിച്ചോണ്ട് നടന്നു. അതാണ് പ്രശ്നം. ഈ സ്വപ്നത്തിലെങ്കിലും വഴക്കില്ലാതെ വന്നിരുന്നൂടെ? സ്നേഹമായിട്ട് പോയിക്കൂടെ? അച്ഛൻ എന്തോന്ന് വർത്താനം പറയണേ? ഈ സ്വപ്നം ആയിട്ട് നമുക്കത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റൂല, മനസ്സിലായോ? അത് എപ്പോഴും ഇങ്ങനെ നിന്റെ മനസ്സിൽ ഇതാണ് കിടന്നത്, അവളുമായിട്ട് വഴക്ക് വിടുന്നു, അതാണ് സ്വപ്നത്തിൽ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഓ അച്ഛനൊരു കാര്യം അറിയോ? നമ്മളെ ഈ ഉറങ്ങുമ്പോ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെ? APJ അബ്ദുൽ കലാം സാർ എഴുതിയതല്ലേ? അവളെ പറച്ചില് കേട്ടാ ഞാൻ തോന്നുവേ. അമ്മയ്ക്ക് അറിയാറില്ലേ? എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ കോളേജ് പറഞ്ഞപ്പോ ആർക്കും അറിഞ്ഞൂടായിരുന്നു. നിന്റെ കോളേജ് നിന്നെ പോലത്തെ ടീംസ് അല്ലേ, അതുകൊണ്ട് അറിയാത്തതായിരിക്കും. ഞങ്ങൾ ഭയങ്കര മോഡേൺ ആണ്. ഞങ്ങൾക്ക് ഇങ്ങനെ വളരെ വളരെ ആധികാരികമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഈ ഭരണചക്രങ്ങൾ ഇത് ഭരണചക്രം തിരിക്കണോ? സ്ഥലം. ഭരണചക്രം തിരിക്കല്ലേ? അതൊക്കെ നമുക്ക് പിന്നീട് തിരിക്കാം. നിനക്ക് തിരിക്കാനായിട്ട് ഞാൻ ഒരു സാധനം വരാം. അടുക്കളയിലോട്ടോ. അവിടെ ഈ ചെറവ എന്നൊരു സാധനം ഉണ്ട്. അതിന്റെ പുറത്തേക്ക് തേങ്ങ ഇട്ട് ഇങ്ങനെ തിരിക്കണം, മനസ്സിലായി? അപ്പൊ തേങ്ങ ഇങ്ങനെ ചിരണ്ടിക്കും. അയ്യോ അമ്മ, അങ്ങനെ ഇപ്പൊ ഞാൻ എണീറ്റല്ലേ ചായ പോലും കുടിച്ചില്ലമ്മ. പിന്നെ എന്റെ വീട്ടിലെ പഴയ കാര്യം ഹെൽപ്പ് ചെയ്യണേ. ഉള്ള പണി മൊത്തം ഒറ്റയ്ക്ക് ചെയ്തത് എനിക്ക് വയ്യാണ്ടായി. ഒരു സഹായത്തിനില്ലാത്ത പെണ്ണ് ഇവളേക്ക് എന്തിനു ഞാൻ വളർത്തുന്നത്? മണി, ഇനി നീ ഒറ്റയ്ക്ക് പണിയുണ്ടല്ലോ, കുറച്ചു ദിവസം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആള് വരുമല്ലോ. ആര് വരും? ശ്രീകുട്ടി വരികയല്ലേ? മണിക്കുട്ടൻ മാമനും ശ്രീകുട്ടിയും വരുന്നത് വിളിച്ചിരുന്നത്. പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് പണിയണ്ട. ഇത്രയും കാലം ഈ വീട്ടിലെ പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ ചെയ്യും. ഒരു ശ്രീകുട്ടിയുടെയും സഹായം എനിക്ക് ആവശ്യമില്ല, കേട്ടല്ലോ? അല്ല, അവര് വരുമ്പോ നിന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്യുമല്ലോ. ശ്രീകുട്ടി വരും സഹായിക്കാൻ. നൈസായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മണിയൊന്നും ഇല്ല, എന്റെ പണി ഞാൻ ചെയ്യും. ഇവൾക്ക് എന്ത് സ്നേഹമായിട്ട് പോണ്ടേ? അമ്മേനെ പണി അമ്മേനെ ചെയ്യുന്ന പറഞ്ഞല്ല, നമ്മൾ ഇടപെടാൻ പോണ്ട. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. അടുക്കളയില് എനിക്ക് പറ്റൂല. എനിക്ക് പറ്റൂല. അമ്മ ഒറ്റയ്ക്കല്ലേ ഇത്ര നാളെ ചെയ്ത? അമ്മ ഒറ്റയ്ക്കാണ് ചെയ്തത്, എന്നാലും നിനക്ക് പോയി സഹായിച്ചൂടെ അമ്മയ്ക്ക്? ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അയ്യോ, നനഞ്ഞ തോർത്ത് ഇവിടെ കട്ടിലിട്ടൂടാ. അത് എന്റെ നെഞ്ചത്തിട്ട് കട്ടിലിട്ടൂടാ, പക്ഷെ അച്ഛന്റെ നെഞ്ചത്താവാ കൊണ്ട് വിരിച്ചിടച്ച. ഞാനൊക്കെ അങ്ങോട്ട് പോകുമ്പോ വിരിച്ചൂടെ? കുഴി മടിച്ച്. മണി അതെ, മണിക്കുട്ടൻ വിളിച്ചിരുന്നേ. അവരിങ്ങോട്ട് വരികയാണ്, മണിക്കുട്ടനും ശ്രീകുട്ടിയും കൂടി. എന്നോട് പറഞ്ഞല്ലേ? മണി, നീയേ ശ്രീകുട്ടിയോട് ദേഷ്യത്തിൽ നിന്ന് പെരുമാറല്ലേ മണി. എന്തിന്റെ സൂക്കേടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ വല്ല ആവശ്യമുണ്ട് ഇവിടെ ഇപ്പോ? അല്ല, നിനക്ക് പൊതുവെ ഉള്ളിൽ ഒരു ദേഷ്യം ഒക്കെ ഉണ്ടല്ലോ ശ്രീകുട്ടിയോട്, അത് നമ്മുടെ വീട്ടിൽ വരുമ്പോ കാണിക്കല്ലേ മണി, അതാണ് ഞാൻ പറഞ്ഞത്. രവിയേട്ടാ, ആരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് എന്റെ തീരുമാനമല്ലേ? അതിനെ കയറി അഭിപ്രായം പറയണതിന്റെ ആവശ്യം എന്താണ്? നിന്റെ തീരുമാനമാണ്, പക്ഷെ നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെയൊക്കെ പെരുമാറാൻ മോശമാണ്. ഞാൻ എങ്ങനെ പെരുമാറാൻ പോണെന്ന് രവിയേട്ടൻ അറിയോ? മോശമാണ് കുറെ നേരമായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. മാമ, നമ്മുടെ മണിക്കുട്ടൻ ശ്രീകുട്ടിയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ശ്രീകുട്ടിയോട് ഇവൾക്കൊരു ഉള്ളിൽ ദേഷ്യം ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും കാണിക്കല്ലേ എന്ന് പറയായിരുന്നു ഞാൻ. അവളടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് അവക്കറിയാം, നീ പറഞ്ഞു പഠിപ്പിക്കണ്ട. പറഞ്ഞു വയസ്സായ മനുഷ്യൻ പറഞ്ഞ കേള്. ഇതിപ്പോ വാദി പ്രതിയായ രവിയേട്ടൻ ഓരോ മുൻധാരണയോടുകൂടി ഞാൻ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത് വന്നിട്ട് എന്നെ ഒന്ന് ഉപദേശിക്കണം. ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന രവിയേട്ടൻ അറിയോ? സിറ്റുവേഷൻ വന്നില്ലല്ലോ, അതിന് മുന്നേ കയറി തോക്കി കയറി വെടിവെക്കണെന്തിന്?
അത് പിന്നെ നീ ഇങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ശരി ശരി ഞാൻ വിട്ട്. ഇപ്പൊ നീ ആയി, നിന്റെ ആങ്ങളായി, നിന്റെ നാത്തൂനായി, അല്ലെ തന്നെ നിന്റെ കുടുംബാര്യത്തിൽ ഞാൻ നിന്റെ തലയിരുന്നു. അത് കറക്റ്റ് തന്നെ. ഇനി ഇവിടെ നിന്ന് കറങ്ങണ എന്തിന്? പൊക്കൂടെ? ഞാൻ ഇപ്പൊ പറഞ്ഞാണ് കുറ്റമായി. അത് തന്നെ കുറ്റം. മകളെ, അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. ഞാൻ നിൽക്കില്ല, ഞാൻ ഭർത്താവിന് ഒരുപാട് പണി കിടക്കുന്നു. ഞാൻ അങ്ങോട്ട് പോണു. പറ 50. അയ്യോ, എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട്. എടി അതുകൊണ്ടല്ലേ ഞങ്ങളിപ്പോ വന്നത്. അല്ല, നിങ്ങൾ വന്നതൊക്കെ പോട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അത് പിന്നെ ഗണപതിയുടെ കാര്യം ഞങ്ങള് മറക്കോ? സ്പെഷ്യൽ അല്ല. എടി ഇതേ ലഡുവും ജിലേബിയും മറ്റേ ആലുവയും കൂടാ എല്ലാം കൂടെ വാരി കയറ്റി ഷുഗർ ഉണ്ടാക്കരുത്. ഇല്ല ഇല്ല, നീ അങ്ങ് തൊടിച്ചല്ലോ. പക്ഷെ മാമിയെ കാണാൻ സുന്ദരമായിട്ടുണ്ട്. എടി അതെ അളിയനും മാമനും ഒക്കെ എന്ത് ചെയ്യും? എല്ലാവരും എന്ത് ചെയ്യും? എല്ലാരും അകത്തുണ്ട്. ആണോ? മാമി പറഞ്ഞത് പ്രമാണിച്ചേ അമ്മ ഭയങ്കര കുക്കിംഗ് ആണ്. അത് ഞെട്ടിയാ? ചെറുതായിട്ട്. ഞാനും അച്ഛ ഹെൽപ്പിനുണ്ട് കൂടെ. ബാ ബാ ബാ, ആത്തറ ബാ. അല്ല ഒന്നുമില്ല. നീ സ്നേഹമായിട്ട് ഇരിക്കണേ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്തിനിങ്ങനെ മണിക്കുട്ടാ, ശ്രീകുട്ടി. അയ്യോ മാമാ. ചേട്ടത്തി, ചേട്ടാ, കണ്ടപ്പോ എന്തൊരു സന്തോഷം. ചേട്ടത്തി, യാത്രയൊക്കെ സുഖമായിരുന്നോ? ചേട്ടത്തി മാമാ കണ്ട ചേട്ടത്തി. ചേട്ടാ എങ്ങനെയുണ്ട്? അതെ മണിക്കുട്ടി, എന്നെ ശ്രീകുട്ടി എന്ന് വിളിച്ചാ മതി, ചേട്ടത്തിന്ന് വിളിക്കണ്ട. അല്ലേ മാക്കു? ചേട്ടത്തി പിന്നെ ചേട്ടത്തി എന്ന് വിളിക്കാതെ പറഞ്ഞു വിളിക്കാൻ പറ്റും. ചേട്ടന്റെ ഭാര്യ ചേട്ടത്തി, അതാണ് മുറ. ചേട്ടത്തീന്ന് ഞാൻ വിളിക്കും. അതെ അതെ ശ്രീകുട്ടി, ഇനിയിപ്പം പ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ചേട്ടന്റെ ഭാര്യയില്ലേ, ചേട്ടത്തിന്ന് വിളിക്കുള്ളൂ. അല്ലേ മണിക്കുട്ടാ? അതാണ് ചേട്ടത്തി. സ്ഥാനത്തെ ബഹുമാനിക്കല്ലോ മക്കളെ. കറക്റ്റ്, അതാണ്. സ്ഥാനത്തിന് ബഹുമാനിച്ചോണ്ട് ഞാൻ ചേട്ടത്തി ചേട്ടത്തി ചേട്ടത്തിന്നേ വിളിക്കൂ. ചേട്ടത്തി. അതെ, വന്ന കാലം നിൽക്കാൻ ഞാൻ നിങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് എടുക്കട്ടെ? ചേട്ടത്തി ഇഷ്ടല്ലേ? എനിക്കിപ്പോ കൂൾ ഡ്രിങ്ക്സ് വേണ്ട കേട്ടോ അനിയത്തി. വേണ്ടേ? എന്നാ ശരി ചേട്ടത്തി, കുഴപ്പമില്ല. ചേട്ടത്തിക്ക് കൂൾ ഡ്രിങ്ക്സ് വേണ്ടെന്ന്. അതെ പെങ്ങളെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല തണുത്ത ഒരു കൂൾ ഡ്രിങ്ക്സ് എടുത്തോ. വല്ലാത്ത ക്ഷീണം. എങ്ങനെ? തണുത്ത കൂൾ ഡ്രിങ്ക്സ്. എന്തോ? തണുത്ത കൂൾ ഡ്രിങ്ക്സ് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ. എന്റെ ചേട്ടത്തിക്ക് കുളിക്കാനേ ചൂടുവെള്ളം വേണ്ടി വരും. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ. ചേട്ടത്തി, ചേട്ടത്തി, ചേട്ടത്തി. ദൈവമേ, തിളച്ച വെള്ളം ഞാൻ ഇനി കൊടുക്കൂ. എന്തോ ഒരു പന്തികേടില്ലേ ആ വെളിയില്? ഉണ്ട് എനിക്കും തോന്നി. ഉണ്ട് മാമ, എനിക്കും തോന്നിയത് ഉണ്ട്. ആ ചേട്ടത്തി എന്നുള്ളൊരു നീറ്റ് വെളിയിലൊന്നു പുറത്തു നോക്ക്. ഒന്ന് പോച്ചേ, ചുമ്മാ. മണിക്കുട്ടാ പഴയതുപോലെയല്ല. ഇപ്പഴേ മണിക്കുട്ടിക്ക് ശ്രീകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? സത്യം സത്യം. ശരിയാണ് ശരിയാണ്. എല്ലാ ദിവസവും ഉണ്ടല്ലോ 4 നേരം മുടങ്ങാതെ പറയും. എന്താ പറയും? മണിക്കട് മാമനെക്കാട്ടും നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടിയായിരുന്നു. പോച്ചേ, ചുമ്മാ ഓരോന്ന് പറയുന്നത്. മണിക്കുട്ട, നീ അവളോടെ പറയാതെ അല്ലേ നിന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത്? ആ ഒരു പ്രയാസം അവക്കുണ്ട്. അത് ക്രമേണ ക്രമേണ മാറുള്ളടാ. ക്രമേണ എന്ന് പറഞ്ഞ എത്ര കാലം എടുക്കും മാമ? അതാക്കറിയാം, അതൊക്കെ മാറും, കുഴപ്പമില്ല. അതൊക്കെ മാറും മണിക്കുട്ടാ. ചേട്ടത്തി, ഞാൻ വന്നപ്പോ ബാത്റൂമിലായിരുന്നേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചേട്ടത്തി? നല്ല വിശേഷം. ഞാൻ പിന്നെ തിരക്ക് പിടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണല്ലോ, അപ്പോ തിരക്കിന്റെ ഇടയിൽ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. പോലീസുകാർക്ക് ഇത്ര തിരക്കുണ്ടോ? അത് വീട്ടിൽ ഒരു പണി ഇല്ലാതിരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. വീട്ടിലൊരു പണിയില്ലാതിരുന്ന് തിന്നാൻ ഒരു ഭാഗ്യം വേണം. എന്തായാലും തിരക്കിട്ട് പണിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥയാണല്ലോ. പിന്നെ പ്രായവും ഇത്രയായി. അപ്പോഴേ മേലിനൊക്കെ നല്ല വേദനയുണ്ടാവും, നീരൊക്കെ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യും, ഞാൻ നല്ല തിളപ്പിച്ച് ചൂട് വെള്ളം തരാം. നല്ല കുഴമ്പിട്ട് തേച്ച് പിടിപ്പിച്ച് അസലായിട്ടൊരു കുളി കുളിച്ചു കഴിഞ്ഞുണ്ടല്ലോ, നല്ല സുഖം. അതെ, ഈ കുഴമ്പിട്ട് കിടത്താനുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പണിയില്ലായിരുന്നു അങ്ങനെയുള്ളവർക്കാണ് ഈ കുഴമ്പിന്റെ ഒക്കെ ആവശ്യം. അപ്പൊ ഞാൻ പ്രത്യേകിച്ചൊരു അടിപൊളി കുഴമ്പുണ്ടേ, പറഞ്ഞുതരാം.
ബല ഗുളിച്ചാതി ഞങ്ങൾ പ്രതികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം. അതിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് മോള് കുളിക്കും. നമുക്ക് ഒരുമിച്ച് കുളിക്കാം, രണ്ടുപേർക്കും നല്ല സുഖം ഉണ്ടാവും. ഞാനേ ഒരു സാധനം ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുവരാട്ടോ. ഇപ്പൊ ചേട്ടത്തി